നമസ്കാരം. പ്രഗ്യാൻ സ്റ്റഡി സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം തരം പ്രിലിമിനറി സിലബസിലെ ഒരു ടോപ്പിക്കാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. പലപ്പോഴും നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് പഠിക്കും. എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നൊരു ടോപ്പിക്ക് നമ്മൾ ചിലപ്പോൾ അത്ര അങ്ങ് ഫോക്കസ് ചെയ്തു എന്ന് വരില്ല. പക്ഷെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. മെറ്റീരിയൽസും നമുക്ക് എല്ലാ പോയിന്റ്സും അടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആയിട്ട് കിട്ടുക എന്നുള്ളതും ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ നമ്മുടെ 10ാം തരത്തില് സാമൂഹ്യശാസ്ത്രം 1 ഭാഗം 2 ടോപ്പിക്കാണ്, അല്ലെങ്കിൽ 7ാമത്തെ അധ്യായമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അതായത് പ്യുവർലി ഈ ടെക്സ്റ്റ് ബുക്കിലെ ഈ അധ്യായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പ്രഗ്യാൻ സ്റ്റഡി സർക്കിൾ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ കാണാം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലേക്ക് കടക്കുമ്പോഴത്തേക്കും രവീന്ദ്രനാഥ ടാഗോറിന്റെ ഫോട്ടോ ആണ് കാണുന്നത്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷെ ഏത് രൂപത്തിലുള്ള ഇന്ത്യയെ ആവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ ചിലപ്പോഴൊക്കെ പരീക്ഷയിൽ ഇത്തരത്തിലുള്ള വേർഡിങ്സ് തന്നിട്ട് ആരുടെ വാക്കുകളാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നത് എത്രമാത്രം ദുരിതപൂർണമായിട്ടുള്ള ഒരു ഇന്ത്യയായിരിക്കും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോവുക എന്നതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നത്. അപ്പൊ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി എന്ന് പറഞ്ഞാലും അവിടുത്തെ ആ ഒരു സമയത്തുള്ള സാമൂഹിക അന്തരീക്ഷം വളരെ പ്രക്ഷുബ്ധമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായിട്ട് നമ്മുടെ രാജ്യത്തെ വിഭജിച്ചു. അപ്പൊ കുറെ ആൾക്കാർക്ക് എന്ത് ചെയ്യണം, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകണോ അല്ലെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരണോ എന്നുള്ളൊരു അങ്ങനെ ഒന്നും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയവും അതുപോലെ അഭയാർത്ഥി പ്രവാഹം ആ സമയത്ത് ധാരാളമായിട്ട് ഉണ്ടാക്കി. അപ്പൊ അതുപോലെ ആ സമയത്ത് വർഗീയ കലാപങ്ങൾ നടന്നു. കൊൽക്കത്ത, ബീഹാർ, നവഗാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലൊക്കെ രക്തരൂഷിതമായിട്ടുള്ള കലാപങ്ങൾ നടന്നു. അപ്പോൾ ആ 47 സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റിന്റെ ഒരു വലിയൊരു തലവേദന തന്നെയായിരുന്നു അഭയാർത്ഥി പ്രവാഹം. പക്ഷെ എങ്കിലും ഗവൺമെന്റിന്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലും പുനരധിവാസ നടപടികളും വഴി ഒരു പരിധിവരെ അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്, അല്ലെ? നമുക്കൊക്കെ അറിയാം, വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകളാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ എന്ന വ്യക്തിയാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്, വെടിവെച്ച് കൊല്ലുന്നത്. അങ്ങനെ ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ ഒരു അനന്തരഫലമായിട്ട് തന്നെയാണ് നമുക്ക് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് അഭയാർത്ഥി പ്രവാഹം എന്ന പ്രശ്നത്തിൽ നിന്നും അടുത്തൊരു ഭാഗത്തിലേക്ക് പോവാണ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇന്ത്യ ബ്രിട്ടീഷുകാർ വിട്ടു. അപ്പോൾ ഇന്ത്യ വിട്ടു പോകുമ്പോഴത്തേക്കും അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ വിഭജിച്ചു, ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ വിഭജിച്ചു. അതേപോലെ ആ സമയത്ത് നമുക്കറിയാം, പിന്നെ സ്വാതന്ത്ര്യത്തിന് മുന്നേ ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നെങ്കിൽ ഇന്ത്യയിൽ ചേരാം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അതും അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാം, ഇങ്ങനെയുള്ള ഒരു അധികാരം നൽകിയിട്ടാണ് എന്ത് ചെയ്തത്, ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് നേരിടേണ്ടി വന്ന ഒരു വലിയ പ്രശ്നമാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അവരെ എന്ത് ചെയ്യണം, ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കണം. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അന്നത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലും അതേപോലെ അദ്ദേഹത്തിനെ സഹായിച്ചത് മലയാളിയായിട്ടുള്ള വി പി മേനോനാണ്. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റൽ സെക്രട്ടറി ആയിട്ടായിരുന്നു വി പി മേനോൻ അന്ന്
പിന്നെ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് മലയാളിയായ VP മേനോനെയും സർദാർ വല്ലഭായ് പട്ടേൽ നിയമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സംസ്ഥാന സംയോജനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും. അപ്പൊ എങ്ങനെയാണ് അവർ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ ആദ്യം അതിനു വേണ്ടിയിട്ട് ഒരു ലയന കരാറ്, ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ തയ്യാറാക്കി. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ പ്രകാരം നാട്ടുരാജ്യങ്ങളിലെ വകുപ്പുകളായിട്ടുള്ള പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം ഈ 3 വകുപ്പുകളുടെയും നിയന്ത്രണം എന്ത് ചെയ്യണം? കേന്ദ്ര സർക്കാരിനായിരിക്കും. നാട്ടുരാജ്യത്തിൽ നിന്നും ഈ 3 വകുപ്പുകൾ കേന്ദ്ര സർക്കാരിന് ഈ വകുപ്പുകളുടെ ചുമതല കൈമാറണം. അപ്പൊ അങ്ങനെ ഉള്ള ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് പിന്നെ വല്ലഭായ് പട്ടേലും VP മേനോനും ലയന കരാറ്, ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ തയ്യാറാക്കുന്നത്. അപ്പൊ ഇതില് ഇങ്ങനെയുള്ള ഫാക്ട്സ് ഒക്കെ PSCക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, അങ്ങനെ രണ്ട് പേരുകള് നമ്മുടെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലയന കരാറ്, ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ ഏതൊക്കെ വകുപ്പുകളാണ് കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടത് എന്ന് വെച്ചാൽ പ്രതിരോധം, വിദേശകാര്യം, വാർത്താ വിനിമയം. അപ്പൊ അങ്ങനെ ഒരുവിധം നാട്ടുരാജ്യങ്ങളൊക്കെ ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ അംഗീകരിച്ചു, ലയന കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായി. പക്ഷെ അവിടെയും 3 ആൾക്കാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ലയന കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ച 3 ആൾക്കാരാണ് ഹൈദരാബാദും കാശ്മീരും ജുനഗഡും. ഇവര് മറ്റു രീതിയിൽ സൈനിക നടപടി, പിന്നെ ചില ചർച്ചകൾ, അനുരഞ്ജനം ഇതിലൊക്കെ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുവെങ്കിലും നമുക്ക് ഇവിടെ അപ്പോഴും ഫ്രാൻസിന്റെയും പോർച്ചുഗലിന്റെയും കോളനികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ എന്ത് ചെയ്തു? ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ആ കോളനികളിൽ ഉണ്ടായി. അപ്പൊ അതിനെ തുടർന്ന് ഫ്രാൻസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തങ്ങളുടെ അധീന പ്രദേശം തിരിച്ചു നൽകി. പോർച്ചുഗലിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നത് സൈനിക നടപടിയിലൂടെയാണ്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1954 മാത്രമാണ് ഫ്രാൻസ് ഇവിടെ നിന്ന് വിട്ടുപോകുന്നത്. പോണ്ടിച്ചേരിയുടെ അണ്ടറിലുള്ള കാരക്കലും മാഹിയും യാനവും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പോണ്ടിച്ചേരിയുടെ അധീനതയിലാണ് കാരക്കലും മാഹിയും യാനവും. ഇന്നും നമുക്കറിയാം മാഹിയും യാനവും കാരക്കലൊക്കെ എന്താ കേന്ദ്രഭരണ പ്രദേശമാണ്, പോണ്ടിച്ചേരിയുടെ അണ്ടറിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പൊ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശം വിട്ടുപോകുന്നത് 1954 പോർച്ചുഗീസിൽ നിന്നും സൈനിക നടപടിയിൽ കൂടിയാണ് അധീന പ്രദേശം ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നത്. ഗോവയും ദാമനും ദിയുവുമായിരുന്നു പോർച്ചുഗീസിന്റെ അധിനിവേശ പ്രദേശങ്ങള്. 1961 ഓപ്പറേഷൻ വിജയ്, ആ ഒരു സൈനിക നടപടിയെ നമ്മൾ പറയുന്നത് പേര് ഓപ്പറേഷൻ വിജയ് എന്നാണ്. അപ്പൊ വർഷമൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ഇനി ഇവിടെ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഓർമ്മിക്കുക. മേഘെ ധാക്കധാര ഋത്വിക് ഘട്ടകിന്റെ ആണ്. ഗരം ഹവ MS സത്യുവിന്റേതാണ്. തമസ് ഗോവിന്ദ് നിഹലാനിയുടെയാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സിന്റേതാണ്. അപ്പൊ ഈ സിനിമകളൊക്കെ വിഭജന കാലത്തെ അടിസ്ഥാനമാക്കിയിട്ട് വന്ന സിനിമകളാണ്. അപ്പൊ അടുത്തത് VP മേനോനെ കുറിച്ച് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. മലയാളിയായ VP മേനോൻ 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. അപ്പൊ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ടത് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 കൃതികൾ. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് നമുക്ക് കിട്ടും അല്ലെ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുപോലെ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഈ 2 കൃതികളും എഴുതിയത് VP മേനോനാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു ചിത്രവും നമുക്ക് കാണാം. അപ്പൊ നമ്മള് പിന്നെ അഭയാർത്ഥി പ്രവാഹം പഠിച്ചു, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പഠിച്ചു. അടുത്തത് എന്താണ്? ഗവൺമെന്റിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭരണഘടന രൂപീകരണം. അപ്പൊ ഭരണഘടനയുടെ ചരിത്രമൊക്കെ നമ്മളൊക്കെ പഠിച്ചതാണ്. 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചു. നിർമ്മാണ സഭയുടെ പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് അല്ലെ, സ്ഥിര അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് വരുന്നത്. അങ്ങനെ 46
46 മുതൽ 49 നവംബർ 26 ആവുമ്പോഴത്തേക്കും ഭരണഘടന എഴുതി തയ്യാറാക്കുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു BR അംബേദ്കർ. ഭരണഘടന എഴുതി തയ്യാറാക്കിയത്, ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് BR അംബേദ്കർ തന്നെയാണ്. പിന്നെ അത് നിലവിൽ വരുന്നത് 1950 ജനുവരി 26 അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്ത്യ എന്താവുന്നു, റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുന്നു അല്ലെ. അപ്പൊ അവിടെ വേറൊരു കാര്യം നമ്മളൊന്ന് നോക്കേണ്ടത്, ഭരണഘടന 1950 ജനുവരി 26 വന്നു. അപ്പൊ ഭരണഘടന അനുസൃതമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951-52 കാലയളവിലാണ്. ഓക്കെ, 51-52 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ജനാധിപത്യത്തിൽ ഊന്നിയ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്, 47 അഭയാർത്ഥി പ്രവാഹം പഠിച്ചു നമ്മള്. അതിനുശേഷം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തെ കുറിച്ച് പഠിച്ചു. 50 ജനുവരി 26 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇനി അടുത്തത് 56 പോവാണ് അല്ലെ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. നാട്ടുരാജ്യങ്ങളെയൊക്കെ നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. അപ്പോഴും നമുക്കൊരു കൃത്യമായ ഒരു ബോർഡർ ഇല്ല അല്ലെ, ഓരോ സംസ്ഥാനവും ഏത് രീതിയിലാകണം, അല്ലെങ്കിൽ തന്നെ ഓരോ നാട്ടുരാജ്യത്തിന്റെയും പരിധി അല്ലെങ്കിൽ അതിന്റെ അതിര് എന്താണ് എന്നുള്ള രീതിയിലുള്ളൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു നാട്ടുരാജ്യത്തിൽ തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നതിന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഒരു ആവശ്യം ഉയർന്നു വന്നു, ഭാഷാടിസ്ഥാനത്തിലായിരിക്കണം സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടത്. അപ്പൊ ഇതിനു മുന്നേ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഇതിനു മുന്നേ തന്നെ 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഗ്പൂർ സമ്മേളനത്തിൽ തീരുമാനിച്ചിരുന്നു. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കണം, അത്തരത്തിലുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ തീരുമാനിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചത് 1920 നാഗ്പൂർ കോൺഗ്രസ് സെഷൻ ആണ്. അതുകൂടി ഒന്ന് വ്യക്തമായിട്ട് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഷാ അടിസ്ഥാനത്തിലാവണം പിന്നീട് സംസ്ഥാനങ്ങൾ എന്നൊരു ആവശ്യം ശക്തമായി വന്നു. നമുക്ക് പൊറ്റി ശ്രീരാമലുവിനെ അറിയാം, 58 ദിവസം അദ്ദേഹം നിരാഹാരം നടത്തി. അങ്ങനെ അദ്ദേഹം നിരാഹാരത്തെ തുടർന്ന് മരിക്കുകയാണ്. അങ്ങനെ 1953 തന്നെ ആന്ധ്ര സംസ്ഥാനം രൂപം കൊള്ളുകയാണ്. അപ്പൊ അതിന്റെ തുടർന്നാണ് ഒരു സംസ്ഥാന പുനഃസംഘടന കമ്മീഷനെ രൂപീകരിക്കുന്നത്. ഫസൽ അലി ആയിരുന്നു ആ കമ്മീഷന്റെ ചെയർമാൻ. അപ്പൊ ഫസൽ അലിയുടെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നു. അതിലെ അംഗങ്ങളാണ് HN കുൻസ്രുവും മലയാളിയായിട്ടുള്ള KM പണിക്കറും. അങ്ങനെ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് എത്ര സംസ്ഥാനങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ 14 സംസ്ഥാനങ്ങൾ. ഓക്കെ, 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 ഇന്ത്യയിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് നോട്ട് ചെയ്യണം, 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. അപ്പൊ നമ്മള് സംസ്ഥാനമൊക്കെ പുനഃസംഘടന ചെയ്തു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിലേക്ക് നോക്കുവാണ്. ഇപ്പൊ നമുക്കറിയാം, ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ മുതലാളിത്തത്തിന്റെയും സോഷ്യലിസ്റ്റിന്റെയും നല്ല ആശയങ്ങൾ എടുത്തിട്ട് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. പക്ഷെ അവിടെയും നമ്മൾ പൊതുമേഖലയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് കൊണ്ടുവന്നത്. അങ്ങനെ നിരവധി INC-യിലൊക്കെ സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല വ്യക്തമായ ചർച്ചകളും കാര്യങ്ങളും നടന്നിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നിരവധി പദ്ധതികളൊക്കെ സ്വാതന്ത്ര്യാനന്തരം സാമ്പത്തിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യം വെച്ചിട്ട് കൊണ്ടുവന്നു. അപ്പൊ അതിൽ സാമ്പത്തിക ആസൂത്രണം എന്നൊരു ആശയമാണ് ഇന്ത്യ കൈകൊണ്ടത്. സാമ്പത്തിക ആസൂത്രണം എന്നൊരു ഐഡിയ നമ്മൾ റഷ്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടം കൊള്ളുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പിന്നീട് അന്ന് വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ആ പേരുകൂടി പഠിക്കണം. ആദ്യത്തെ ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. TT കൃഷ്ണമാചാരിയും CD ദേശ്മുഖൊക്കെ ഒന്നാമത്തെ ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു.
അങ്ങനെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നു. അപ്പൊ ആസൂത്രണ കമ്മീഷൻ പിന്നെ സാമ്പത്തിക പുരോഗതിക്കായിട്ട് നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെയാണ് പഞ്ചവത്സര പദ്ധതികൾ വരുന്നത്. ഓരോ 5 വർഷം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇന്ന മേഖലകളിലൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വളർച്ച ലക്ഷ്യമിട്ട് പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നു. അങ്ങനെ 1951 പഞ്ചവത്സര പദ്ധതികൾ തുടക്കം കുറിക്കുന്നത്. പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951. അപ്പൊ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. രണ്ടാമത്തത് വ്യാവസായിക മേഖലയായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക ഉന്നമനത്തിനായിട്ട് വിവിധ മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു, പഞ്ചവത്സര പദ്ധതികൾ മുന്നോട്ട് പോയി. അപ്പൊ സാമ്പത്തിക പുരോഗതിക്കായിട്ട് പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയോ തവണ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മളിപ്പോ കാണുന്ന ഈ ഒരു ബോക്സ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് ഭിലായിയും ബൊക്കാറോയും റൂർക്കേലയും ദുർഗാപൂരും. ഭിലായി ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോയും സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂര് ബ്രിട്ടൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പൊ തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ദുർഗാപൂര് ബ്രിട്ടൻ, റൂർക്കേല ജർമ്മനി, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, ഭിലായി സോവിയറ്റ് യൂണിയൻ. ഏതൊരു പരീക്ഷ എടുത്താലും ഒരു ചോദ്യം ഇതായിരിക്കും: ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇന്ന് ഇരുമ്പുരുക്കു ശാല സ്ഥാപിച്ചത്? ബക്രാനങ്കൽ പദ്ധതി ഇതേപോലെ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പണിത ഒരു വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അഭിമാനമാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പഞ്ചവത്സര പദ്ധതികളിൽ ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്തു, ഒരുപാട് കാര്യങ്ങളിൽ പിന്നെ വികസനം കൊണ്ടുവന്നു. അപ്പൊ ഇനി നമ്മൾ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ നോക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് പിന്നെ ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കാർഷിക പുരോഗതിയിലും വ്യവസായവൽക്കരണത്തിലും ഒക്കെ ഒരു പിന്നെ പുരോഗതി കൊണ്ടുവരാൻ ഈ സാങ്കേതിക വിദ്യകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആധുനിക ശാസ്ത്രത്തിന്റെ ആരാധകനായിരുന്ന നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഇന്ത്യ അഭൂതപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചത്. അപ്പൊ അങ്ങനെയാണ് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു സമയത്തായിരുന്നു. പിന്നീട് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ഭാവയും അതുപോലെ NS പിന്നെ ഭട്നാഗർ ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് ആ രണ്ട് പേരുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാഭയാണ്, ഹോമി ജഹാംഗീർ ഭാവ. ഹോമി ജഹാംഗീർ ഭാവ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ കമ്മീഷനും. അപ്പം ഇന്ത്യൻ ആണവ മേഖലയുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാവയാണ്, ഹോമി ജഹാംഗീർ ഭാവയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആ ഒരു സമയത്ത് നിലവിൽ വന്ന കുറെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ പിന്നെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, അതായത് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്നു SN ഭട്നഗർ. SN ഭട്നഗർ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ശാന്തി സ്വരൂപ് ഭട്നഗർ, അദ്ദേഹത്തിന്റെ പേര് ശാന്തി സ്വരൂപ് ഭട്നഗർ എന്നാണ്. അദ്ദേഹത്തിന് ഫാദർ ഓഫ് റിസർച്ച് ലബോറട്ടറീസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ റിസർച്ച് ലബോറട്ടറീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു SN ഭട്നഗർ. പിന്നെ ലോകോത്തര നിലവാരത്തിലുള്ള വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതായത് IITs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങളൊക്കെ വന്നു. അതുപോലെ പിന്നെ ബയോമെഡിക്കൽ, ജനിതക ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവര സാങ്കേതിക വിദ്യ, ആണവോർജം, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഇന്ത്യക്ക് നേട്ടം കൈവരിക്കാൻ സാധിച്ചു. അടുത്തത് നമ്മൾ ബഹിരാകാശ രംഗം നോക്കിയാൽ നമ്മൾ ഇന്ന് അല്ലെ, ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണ്, ഡെവലപ്പിംഗ് നേഷൻ ആണെങ്കിൽ പോലും ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മുടെ നേട്ടം എന്ന് പറയുന്നത് വളരെ പിന്നെ വലുതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും നമുക്ക് നോക്കാം.
1962 ജവഹർലാൽ നെഹ്റുവിന്റെയും വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായിട്ടാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമാകുന്നത്. 62 വരുന്നത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതിയാണ്. 69 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ നേതൃത്വം ഇതിന്റെ കീഴിലാവുന്നത്. അപ്പൊ ISRO നിലവിൽ വരുന്നത് 1969 ഓഗസ്റ്റ് 15-നാണ്. തുമ്പ പറയുന്നുണ്ട്, തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിക്കുന്നത്. തുമ്പയിലാണ് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. 1975 നമ്മൾ ആദ്യമായിട്ട് ഒരു കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്, ആര്യഭട്ട. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. അപ്പോ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം എന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിന്റെ ദീർഘദൃഷ്ടി മൂലമാണ് എന്നത് നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഏജൻസികൾ നമുക്ക് നോക്കാം. ഒന്ന് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ് അഗ്നി, പൃഥ്വി തുടങ്ങിയവ. രാജാറാമണ്ണ, APJ അബ്ദുൽ കലാം എന്നിവർ ആണവരംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പൊ ഇവിടെ നമുക്ക് വിക്രം സാരാഭായിയെ കുറിച്ചും APJ അബ്ദുൽ കലാമിനെ കുറിച്ചും 2 ബോക്സിലായിട്ട് പറയുന്നുണ്ട്. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരേപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. കേംബ്രിഡ്ജിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായ് ആണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് VSSC അല്ലെ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദ്യം വരാം അല്ലെ, VSSC എവിടെയാണ്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പ. ഓക്കെ, തുമ്പ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. APJ അബ്ദുൽ കലാം, ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. മിസൈൽ മാൻ അല്ലെ, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ, അതായത് നമ്മുടെ SLV-3, PSLV ഇതൊക്കെ വികസിപ്പിച്ചു. അദ്ദേഹത്തിന് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. അപ്പൊ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞതുപോലെ ഒരു വികസ്വര രാഷ്ട്രമാണെങ്കിലും ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ അധികമാണ്. ചന്ദ്രയാൻ, മംഗളയാൻ ഇങ്ങനെയുള്ള ദൗത്യങ്ങളൊക്കെ ഇന്ത്യ നടത്തി. അപ്പൊ അതോടുകൂടി ബഹിരാകാശ പര്യവേഷണങ്ങളുടെ ഒരു പുതുയുഗത്തിലേക്ക് ഇന്ത്യ പ്രവേശിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരീക്ഷണ ദൗത്യമാണ് ചന്ദ്രയാൻ. 2008 ഒക്ടോബറിലാണ് തുടക്കം കുറിക്കുന്നത്. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗളയാൻ. അപ്പം ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി മംഗളയാനാണ്. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയത് എന്നൊരു പേര് മംഗളയാനാണ്. നമ്മുടെ ചൊവ്വ ദൗത്യമാണ് മംഗളയാൻ. അപ്പോ പിന്നെ ബഹിരാകാശത്തിൽ നിന്ന്, സാങ്കേതിക വിദ്യയിൽ നിന്ന് ബഹിരാകാശത്തിലേക്ക് പോയി. ഇനിയിപ്പോ നമ്മൾ വിദ്യാഭ്യാസത്തിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഇത്തരത്തിലുള്ള വാക്യങ്ങള് ആരുടെ വാക്യമാണ് എന്നുള്ള രീതിയിൽ ചോദ്യം വരാം. ഡോക്ടർ DS കോത്താരിയാണ് പറഞ്ഞത് ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. അപ്പൊ എപ്പോഴും നമ്മുടെ പരീക്ഷയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കമ്മീഷനുകളെ കുറിച്ചുള്ള ചോദ്യമാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. ചില കമ്മീഷനുകൾ, അവയുടെ ലക്ഷ്യങ്ങൾ, ശുപാർശകൾ. അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും അതൊരു കൺഫ്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കേട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വർഷം പഠിക്കണം. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 48. എന്തിനെ കുറിച്ചായിരുന്നു കമ്മീഷൻ പഠനം നടത്തിയത്? സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം. ഓക്കെ, സർവകലാശാല വിദ്യാഭ്യാസം. കമ്മീഷൻ നടത്തിയ ശുപാർശകൾ: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം. അപ്പോൾ ഒട്ടേറെ തവണ ചോദിച്ച ചോദ്യമാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്, ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഏതായിരുന്നു? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948.
അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അപ്പൊ കേട്ടിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ രാധാകൃഷ്ണൻ കമ്മീഷനിൽ നിന്നും നമ്മൾ മുതലിയാർ കമ്മീഷനിലേക്ക് പോവാണ്. സാധാരണഗതിയിൽ നമ്മൾ മുതലിയാർ കമ്മീഷൻ എന്നാണ് പറയുക. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനമാണ് മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഇതൊക്കെയായിരുന്നു മുതലിയാർ കമ്മീഷന്റെ ശുപാർശകൾ. പിന്നെ കോത്താരി കമ്മീഷൻ നമ്മളിപ്പോ കണ്ടു. DS കോത്താരി ചെയർമാനായിട്ടുള്ള കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമായിരുന്നു. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നാണ് ശുപാർശ ചെയ്തത്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നും DS കോത്താരി കമ്മീഷൻ 1964 എന്ത് ചെയ്തു? ശുപാർശ ചെയ്തു. 1986 NPE നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നത്. NPE വരുന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. NPE ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുമാണ് എന്ത് വരുന്നത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം എന്നൊരു ആവശ്യം വരുന്നതും NPEയുടെ ഭാഗമായിട്ടാണ്. ഞാൻ എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടില്ല, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം പറഞ്ഞു. മൗലാന അബ്ദുൽ കലാം ആസാദ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം November 11, ഓർമ്മിക്കുക, November 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായിട്ടുള്ള November 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അത് ഓർമ്മിക്കുക, ഇന്ത്യ വിൻസ് ഫ്രീഡം. 2019 ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കി. 2009 ക്ഷമിക്കണം, 2009 നമുക്കറിയാം RTE അല്ലെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം എന്ത് ചെയ്തു? മൗലിക അവകാശമാക്കി മാറ്റി. കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള SSA സർവശിക്ഷാ അഭിയാൻ, അതുപോലെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വരുന്നു. അപ്പൊ സമഗ്ര ശിക്ഷാ പദ്ധതി എന്ന് പറയുന്നത് സർവശിക്ഷാ അഭിയാനും അതുപോലെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും ചേർത്തിട്ടുള്ള സംയോജിപ്പിച്ചിട്ടുള്ള പ്രോഗ്രാമാണ്, പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. ഇനി അടുത്തത് നമ്മുടെ സാംസ്കാരിക നേട്ടങ്ങളിലേക്ക്, പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, കുറച്ച് സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായി വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ഓക്കെ, CCRT ഇമ്പോർട്ടന്റ് ആണ്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് 1979 സ്ഥാപിതമായത്. ന്യൂഡൽഹിയാണ് അതിന്റെ ആസ്ഥാനം. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അപ്പൊ ഇത്തരത്തിലുള്ള മറ്റു ചില സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് ആസ്ഥാനമാണ് ഒന്നുകൂടി പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ആസ്ഥാനം പഠിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാം എവിടെ തന്നെയാണ്? ന്യൂഡൽഹിയിൽ തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ കൂടി ഒന്ന് നോക്കി പോവാം. സംഗീത നാടക അക്കാദമി, ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് ഇതിന്റെ ലക്ഷ്യം. ലളിതകലാ അക്കാദമി, ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം, അതാണ് ലക്ഷ്യം. സാഹിത്യ അക്കാദമി, ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമുക്ക്
കൃത്യമായിട്ട് ഇതിന്റെയൊക്കെ ആസ്ഥാനം സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, എല്ലാത്തിന്റെയും ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ. അടുത്തത് നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതിനു മുന്നേ തന്നെ നിങ്ങൾ 10ാം ക്ലാസ് SCERT ടെക്സ്റ്റുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ തന്നെ വിദേശ നയത്തെ കുറിച്ച് പല ക്ലാസ്സുകളിലും സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ എന്തൊക്കെയാണ് വിദേശ നയത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറില്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ജവഹർലാൽ നെഹ്റു 1947 അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോ ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര് എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ INC വിദേശ നയങ്ങളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് മുഖ്യ ശില്പി ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോ നമ്മള് കൊളോണിയൽ വ്യവസ്ഥയോടും സാമ്രാജ്യത്വത്തോടും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വംശീയവാദത്തോട് വിദ്വേഷമാണ്. ഐക്യരാഷ്ട്രസഭയിൽ വിശ്വസിക്കുന്നു. സമാധാനപരമായ സഹവർത്തിത്വം ആഗ്രഹിക്കുന്നു. പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. അപ്പൊ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 1954 ചൈനയിൽ അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ട് ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റുവും അന്നത്തെ ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗ എൻ ലായിയുമാണ് ഈ ഒരു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെക്കുന്നത്. അപ്പൊ ചൈനയുമായിട്ടാണ് നമ്മൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചതെങ്കിലും പൊതുവെ നമ്മുടെ മറ്റു രാഷ്ട്രങ്ങളോടുള്ള സമീപനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ആ 5 തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ പഞ്ചശീല തത്വങ്ങൾ. വിദേശ നയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള പഞ്ചശീല തത്വങ്ങൾ. അതേപോലെ തന്നെ നമ്മള് 2ാം ലോക യുദ്ധാനന്തരം സ്വീകരിച്ച നിലപാടാണ് ചേരിചേരാ പ്രസ്ഥാനം. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയും സമാന ആശയത്തിൽ വിശ്വസിച്ച കുറച്ച് രാജ്യങ്ങളും കൂടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ചേരിചേരാ പ്രസ്ഥാനം. അപ്പൊ അതിന്റെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ കൂടിയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു. അപ്പൊ ആ സമയത്ത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം എന്ന് പറയുന്നത് ഇരുധ്രുവമായി മാറി. അമേരിക്ക, മുതലാളിത്തം പ്രതിനിധാനം ചെയ്യുന്ന അമേരിക്കയും അമേരിക്കയോടൊപ്പം കുറെ രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു പല രാജ്യങ്ങളും, അങ്ങനെ ലോകം ഇരുധ്രുവമായിട്ട് മാറി. അപ്പൊ ഇന്ത്യയുടെ കൂടെ ഈ പറയുന്നത് പോലെ ഈജിപ്ത്, ഇന്തോനേഷ്യ, അങ്ങനെ കുറച്ച് രാജ്യങ്ങളൊക്കെ ഞങ്ങൾ 2 ചേരിയിലും ഇല്ല. മുതലാളിത്ത ചേരിയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ചേരി USSRന്റെ കൂടെ ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്തു? 2ലും കൂടാതെ ഒരു വ്യത്യസ്ത ചേരിയായിട്ട് നിൽക്കുന്നു. അതാണ് ചേരിചേരാ പ്രസ്ഥാനം. ഓക്കെ, ചേരിചേരാ പ്രസ്ഥാനം. അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ കുറിച്ച് വളരെ ദീർഘമായിട്ട് തന്നെയുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ 10ാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രത്തിലെ 7ാമത്തെ അധ്യായം. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റിലെ പ്രധാന പോയിന്റ്സ് ഒരു പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ എന്ന നിലയിലാണ് സംസാരിച്ചത്. തികച്ചും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ പഠിച്ചത് എത്ര നമ്മൾ പഠിച്ചാലും റിവിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല. റിവൈസ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഓർമ്മിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമുക്കൊരു ഫ്ലോ ചാർട്ടിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതുകൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. അഭയാർത്ഥി പ്രവാഹവും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും,
ലയന കരാറ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ലയന കരാറ്, ഇൻസ്ട്രുമെന്റ് ഓഫ് അസേഷൻ, സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമാണ് തയ്യാറാക്കുന്നത്. അതിനുശേഷം ഭരണഘടനയും പൊതു തെരഞ്ഞെടുപ്പും വരുന്നു. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത്. ഭരണഘടന നിർവഹണ സമിതിയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നു ഡോക്ടർ BR അംബേദ്കർ. 1951 ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനാധിപത്യ ആശയങ്ങളിലൂന്നിയ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അല്ലെ, 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം വരുന്നത്. അപ്പോൾ ആ പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. HN ഗുൻസ്ട്രുവും അതുപോലെ മലയാളിയായ KM പണിക്കറുമായിരുന്നു ആ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ. സാമ്പത്തിക നയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പ്ലാനിംഗ് കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളും ഒക്കെ ആയിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ആദ്യമായിട്ട് ചെയ്ത സാമ്പത്തിക നയങ്ങൾ. ശാസ്ത്ര പുരോഗതിയും വിദ്യാഭ്യാസവും ഒട്ടേറെ ഗവേഷണ സ്ഥാപനങ്ങൾ വന്നു. ബഹിരാകാശ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടായി. വിദ്യാഭ്യാസ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് രാധാകൃഷ്ണൻ കമ്മീഷനെയും മുതലിയാർ കമ്മീഷനെയും അതുപോലെ കോത്താരി കമ്മീഷനെയും കുറിച്ച് നമ്മൾ സംസാരിച്ചു. 1986 ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്. എല്ലാം ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ ഓരോ പോയിന്റ് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സാംസ്കാരികം, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി ഒക്കെ എന്ത് ചെയ്തു? സ്ഥാപിതമായി. ഇതിന്റെയൊക്കെ ആസ്ഥാനം ഡൽഹിയിലാണ്. വിദേശ നയം, നമ്മുടെ പ്രധാനപ്പെട്ട വിദേശ നയം എന്ന് പറയുന്നത് 54 നമ്മൾ പഞ്ചശീല തത്വങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ കൈക്കൊണ്ട വിദേശ നയമാണ് ചേരിചേര പ്രസ്ഥാനം. അപ്പോൾ തികച്ചും ഈ ഒരു ഭാഗം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.